ഇന്ന് 2 പലാസോ പാന്റ് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കെട്ടിയിട്ട് വരുന്നോണ്ട് തന്നെ നല്ല ചുളിവായിരിക്കും അതൊക്കെ. അപ്പൊ അതൊന്ന് ഇസ്തിരി ചെയ്തിട്ട് കസ്റ്റമറിന് അയച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്ന് അയൺ ചെയ്യുന്നത്. ഇന്ന് ഓഗസ്റ്റ് 28 എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. 20 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഫോട്ടോ ഞാൻ FB-ലോ ഇൻസ്റ്റഗ്രാമിലോ സ്റ്റോറി ആയിട്ടും FB-ൽ പോസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ എൻ്റെ FB-യുടെ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ടായിരുന്ന ഒരു കമന്റാണ്, 20 വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന്. എന്നെ അറിയുന്ന ആളൊന്നും അല്ലാന്ന് തോന്നുന്നു, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു കമന്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, പരസ്പരം ഭാര്യയും ഭർത്താക്കന്മാരും അതുപോലെ മറ്റുള്ളവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണോ അത്ര കാലമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കല്ലേ. ശരിക്കും ഇങ്ങനെ ഒരു സഹനമാണോ ദാമ്പത്യ ജീവിതം എന്ന് എനിക്കപ്പോൾ തോന്നിട്ടോ. അങ്ങനെയൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ കുറച്ച് കാലം നമ്മൾ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ ഒരാളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മളെ കൂടെ ആ യാത്രയിലെ ഇടയിൽ നമ്മൾ ഒറ്റക്കാവണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ പാരൻസ് നമ്മൾ ആ യാത്രയുടെ കൂടെ വേറെ ഒരാളെ നമ്മുടെ കൂടെ കൂട്ടാണ്. അപ്പൊ ആ കൂട്ടുന്ന ആളെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, ആ കൂട്ടുന്ന ആൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അത് നമ്മൾ നോക്കണം. നമ്മുടെ കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കി നടത്താനായിട്ട് പറ്റൂല. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളും അതിന്റെ ഇടയിൽ മറ്റുള്ളവരെ ഒരു കണക്ഷനും ഒക്കെയാണ് പിന്നീട് ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് കേട്ടോ. ഒരുമിച്ചൊരു യാത്ര ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, പരസ്പരം അങ്ങോട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ, അതായത് ആ ഒരു യാത്ര ഒരു ഭംഗി, ഒരു നാട് കാണാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു നാട് എങ്ങനെ ആസ്വദിക്കുന്നുണ്ടോ അത് ഒന്നിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ യാത്ര വളരെ മനോഹരമായിരിക്കും. പക്ഷെ ഒരിക്കലും അത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ ഈ ഒരു സഹനം അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം നമുക്ക് എന്താണോ നമ്മളെ കയ്യിൽ എടുക്കേണ്ടത്, ആരെയാണോ കൂട്ടേണ്ടത് അവരെയൊക്കെ കൂട്ടിയിട്ടും എടുക്കേണ്ടതും എടുത്തിട്ട് ആ വണ്ടിയിൽ നമ്മളുണ്ട് ഇറങ്ങാം, ബായ് പറഞ്ഞ് ഇറങ്ങുക. പിന്നീടുള്ള യാത്ര നമ്മൾ ഒറ്റക്കൊന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ആ ഒരു ലൈഫ് നമുക്ക് ഒന്ന് കുറച്ചുകൂടി സന്തോഷത്തിൽ കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടൊരു ജീവിതം എന്തിനാണ്, ആകെ കുറച്ച് ജീവിതമുള്ളൂ, എന്തിനാണ് ഇത്രയും സങ്കടപ്പെട്ട് ജീവിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ 20 വർഷമായി ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കലുണ്ട്. പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ഫാമിലി ഒരിക്കലും ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും, പരാതികൾ ഉണ്ടാവും, പരിഭവങ്ങൾ ഉണ്ടാവും, ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 20 വർഷമായിട്ടോ ഒന്നിച്ച് ജീവിക്കൽ തുടങ്ങിയിട്ട്. ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.